ഹായ് ഫ്രണ്ട്സ്, നോമ്പ് തുറക്കുന്ന സമയത്തേക്കും വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്കും തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെയുള്ള കേക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് പകരം ബീഫായാലും മതി. ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കാതെയാണ് വേവിച്ചതെങ്കിലും മസാല വഴറ്റുന്ന സമയത്ത് അതിലേക്ക് കുറച്ചും മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ചിക്കനിൽ മുളക് പൊടി ചേർത്തത് കൊണ്ട് മസാലയിൽ ചേർത്തിട്ടില്ല. ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാൻ പറ്റിയ കുറച്ച് വലിയൊരു പാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം ഞാൻ ഓയിലൊക്കെ തടവി റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിലാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിൻ്റെ ഹോൾസ് ഒരു പേപ്പർ കൊണ്ടൊന്ന് അടച്ചു വെക്കാം.
അപ്പോൾ ഞാനിതാ ഒരു അടുപ്പ് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മൊത്തം 25 മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ അത് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. സൂപ്പർ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിരുന്നുകാർ വരുമ്പോഴേക്കാണെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്തേക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചി കേക്കാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.